ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഉള്ളിപ്പുട്ടാണ്. ഒരു പ്രാവശ്യമെങ്കിലും പുട്ട് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. അത്ര നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുട്ടാണ്. നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കറികളുടെയോ അല്ലെങ്കിൽ പഴത്തിൻ്റെയോ ആവശ്യമൊന്നുമില്ല. ഇത് തനിയെ കഴിക്കാനേ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിപ്പുട്ട് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 4 സവാള ഇതുപോലെ നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്ര പുട്ടുപൊടിയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് സവാളയുടെ അളവും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഞാൻ 1.5 കപ്പ് അളവിൽ പുട്ടുപൊടിയാണ് എടുക്കുന്നത്. ഈ ഒരു പുട്ടുപൊടിക്കാണ് 4 സവാള എടുത്തിട്ടുള്ളത്. ഈ 1.5 കപ്പ് പുട്ടുപൊടി വെച്ചിട്ട് നമുക്ക് 5 കുറ്റി പുട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി സവാള ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതിയാവും. സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ 2 സ്പൂൺ അളവിൽ ചില്ലി ഫ്ലാക്സ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ പുട്ടുപൊടിക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങയും ചില്ലി ഫ്ലേക്സും ഒക്കെ ചേർത്ത് നമുക്കൊരു 2 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അളവിൽ പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് പാക്കറ്റിലൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന പുട്ടുപൊടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് ക്യാരറ്റ് കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശായിട്ട് വെള്ളം ചേർത്തിട്ട് നമ്മൾ സാധാരണ പുട്ടിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കും. അപ്പം ഞാൻ പാക്കറ്റിലുള്ള പുട്ടുപൊടി എടുത്തതുകൊണ്ട് തന്നെ നമുക്ക് 1 കപ്പ് പുട്ടുപൊടിക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള അളവ് കറക്റ്റ് ആയിരിക്കും. അപ്പം ഞാനിപ്പോൾ 1.5 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിതിലേക്ക് ക്യാരറ്റും അതുപോലെ തന്നെ സവാള വഴറ്റിയതും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യമേ 1.5 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പുട്ടിൻ്റെ നനവ് കൂടിപ്പോവും. പിന്നെ നമ്മൾ പുട്ട് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് കട്ട പിടിച്ചായിരിക്കും പുട്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ സവാളയും ക്യാരറ്റും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഒന്ന് നനച്ചൊന്ന് വീണ്ടും കുഴച്ചെടുത്താൽ മതിയാവും. ഇപ്പം ഞാൻ 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. 10 മിനിറ്റ് പുട്ടുപൊടി ഒന്ന് മാറ്റി വെച്ച് എടുത്തപ്പോഴത്തേക്കും പുട്ടുപൊടിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. ഞാൻ 2 ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള സവാളയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. സവാളയും ക്യാരറ്റും ഒക്കെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പം നമുക്ക് പുട്ടുപൊടി കറക്റ്റ് ആയിട്ടുള്ള ഒരു നനവിലാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളൊന്ന് ഉരുളയാക്കി എടുക്കുമ്പോഴത്തേക്കും ഒന്ന് ഉരുളയാക്കാനും പറ്റണം. അതുപോലെ തന്നെ പൊടിച്ചിടുമ്പോഴത്തേക്കും പഴയതുപോലെ പുട്ടുപൊടി ആവുകയും വേണം. ഈ ഒരു പരുവത്തിൽ അന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് പുട്ട് തയ്യാറാക്കാനായിട്ട് തുടങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയം ഉപ്പ് കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നമുക്ക് ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ സാധാരണ പുട്ട് തയ്യാറാക്കുന്ന പോലെ തന്നെ പുട്ടുകുറ്റിയിലേക്ക് ആദ്യം കുറച്ച് ചിരകിയ തേങ്ങ ചേർത്തതിന് ശേഷം പിന്നെ പകുതിയോളം പുട്ടുപൊടി നിറച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും ചിരകിയ തേങ്ങ ചേർത്തതിന് ശേഷം ബാക്കി പകുതി കൂടെ പുട്ടുപൊടി നിറച്ചതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് ചിരകിയ തേങ്ങ കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ആവിയിലൊന്ന് വേവിച്ച് എടുക്കാം. ഇപ്പം നമ്മുടെ പുട്ട് നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള രുചികരമായിട്ടുള്ള ഉള്ളിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും പുട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.